എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും അല്ല, നിങ്ങളിപ്പോൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ സംസാരിക്കുന്നില്ല, അതായത് ഈ വ്യക്തിയോട് നിങ്ങൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത്. നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും മുൻപ് സംസാരിക്കുന്ന പോലെ അത്രത്തോളം ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിംഗ്. അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളെന്ന വ്യക്തി കാരണം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത്രയും നല്ല നല്ല മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത്രമാത്രം നല്ല നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത്രയും നല്ല മാറ്റങ്ങൾ, അത്രത്തോളം നല്ല മാറ്റങ്ങൾ നിങ്ങൾ എന്ന വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷവും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടിലുള്ളവരോ, അതായത് ആ പേഴ്സന് പ്രിയപ്പെട്ട ആരാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എങ്ങനെയാണ് നിന്നിൽ ഇത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായത്, അത് നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ എന്ന് ആ പേഴ്സൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പേഴ്സന് പ്രിയപ്പെട്ട ആരാണെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുൻപേ വളരെ നല്ലൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചു നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം. അപ്പോൾ ആ പേഴ്സന് പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി അവരങ്ങനെ ചോദിച്ച സമയത്ത് ആ പേഴ്സണൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, മേ ബി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ആ പേഴ്സൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ പേഴ്സൺ മേ ബി ചിരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ആ പേഴ്സൻ്റെ മുഖത്ത് ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു ചിരിയുണ്ട്. ഈ ആ പേഴ്സൻ്റെ ചിരിയിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം ആ പേഴ്സൺ ഒത്തിരി സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം. ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത് ആലോചിച്ചിട്ട് ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ മേ ബി ആ പേഴ്സണ് ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രത്തോളം സന്തോഷിച്ചിരുന്നോ അത്രത്തോളം മേ ബി ആ പേഴ്സൺ ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷമായിരിക്കാം ഇത്. ഒന്നുകിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആയിരിക്കാം ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷമായിരിക്കാം. അതിന് ആ പേഴ്സൺ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ലവ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ജീവിതത്തിൽ എന്നുള്ളതും ആ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്നാണ്. അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അതെല്ലാം ആ പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷമാണ് ആ പേഴ്സൺ ഇതെല്ലാം മനസ്സിലാക്കി തുടങ്ങിയത്. അതിന് ആ പേഴ്സൺ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ അറിയാം. നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒരാൾക്ക് ഇത്രത്തോളം മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അതായത്
ഒരാൾക്ക് ഇത്രത്തോളം ഒരാളെ സ്നേഹിക്കാൻ കഴിയും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതായത് മേ ബി ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷമായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷമാണ് ആ പേഴ്സണ് മനസ്സിലായിട്ടുള്ളത് ഒരാൾക്ക് ഇത്രമാത്രം മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് ആ പേഴ്സൺ മനസ്സിലാക്കിയത് അതിന് ശേഷമാണ്. ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ അറിയില്ലായിരുന്നു ഒരാളെ ഇത്രത്തോളം മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ കഴിയും എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആ പേഴ്സൺ അറിയില്ലായിരുന്നു. ഇത് അൺകണ്ടീഷണൽ ലവിൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്താണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണമാണെന്ന് പറയാം. അതായത് അത്രത്തോളം നിങ്ങളും ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ആ പേഴ്സണും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം, വളരെയധികം വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളെപ്പോലെയുള്ളൊരു നല്ല വ്യക്തിയെ ആ പേഴ്സണ് പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ആ പേഴ്സൻ്റെ ഭാഗ്യമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട്. അതായത് അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് ആ പേഴ്സൺ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.